ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിൽ കട്ടയുണ്ടാവും, അതുപോലെ അത്ര സോഫ്റ്റ് ആവുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഉപ്പുമാവ് കേട്ടോ. ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവ് വളരെ സോഫ്റ്റും ആയിരിക്കും, എത്ര സമയം വേണമെങ്കിലും ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാതെ ഇരിക്കും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് റവ തന്നെയാണ്, പക്ഷെ എന്നാലും അതൊന്ന് ചൂടാക്കിയെടുക്കുക നമുക്ക്. അതുപോലെ ഇതിലേക്ക് ഒരു കുഞ്ഞി സവോള അരിഞ്ഞത്, പിന്നെ ഒരു ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് വേപ്പില. പിന്നെ ഈ കാഷ്യൂനട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഇതൊന്ന് ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിൽ വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളെടുത്ത് വെച്ച 2 കപ്പ് റവ ഉണ്ടല്ലോ, അത് ഞാനിതിലേക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണ് ഇട്ടിട്ട്. നമ്മൾ റവ ഇവിടെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാനിതിനിപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വയ്ക്കട്ടെ. ഈ ചീനച്ചട്ടിയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇടുകയാണ്. ഉഴുന്ന് പരിപ്പ് ഇവിടെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികളുണ്ടല്ലോ എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഞാൻ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇടുകയാണ്. ക്യാരറ്റ്, ഇതൊരു ചെറിയ ക്യാരറ്റ് ഫുള്ളുണ്ട് കേട്ടോ, അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞതാണ്. നിങ്ങളിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുക്കുമ്പോൾ എപ്പോഴും അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. എനിക്കെപ്പോഴും നോൺ സ്റ്റിക്ക് പാനിനേക്കാളും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ കുറച്ച് കുഴിയുള്ള ടൈപ്പ് കട്ടിയുള്ള പാത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അങ്ങനത്തെ പാത്രം ഉപയോഗിക്കാം, പക്ഷേ കട്ടിയുള്ളതായിരിക്കണം കേട്ടോ. ഇതിപ്പം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വഴന്ന് വരണ്ട, ഇത്രയ്ക്കും മതി. ഇതിലേക്ക് ഞാൻ ഒരു 3 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചൂടുള്ള തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു 100 ml ഈ കപ്പിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിളപ്പിച്ച പാലൊന്നുമല്ല, ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇങ്ങനെ ചെയ്യുന്നതോടെ നമ്മൾ ഉപ്പുമാവ് ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഭയങ്കര സോഫ്റ്റായിരിക്കും. ഇത് കാലത്ത് ഉണ്ടാക്കിയ വൈകിട്ടൊന്നും അതതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. പാലും കൂടെ ഒഴിച്ച് ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറേശ്ശെ റവ ഇട്ട് കൊടുക്കാം. തീ ഈ സമയത്തൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി കൊടുക്കാം. ഞാൻ ഉപ്പുമാവ് ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കാം. എന്നിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ.
ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയത്, ഞാൻ എടുത്തത് 2 കപ്പ് റവയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് റവയ്ക്ക് ഏകദേശം 3 കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. 3 കപ്പ് എടുത്തിട്ടില്ല, 2.5 കപ്പ് എടുത്തിട്ടുള്ളൂ. ബാക്കി ഒരു 100 ml നിങ്ങൾ കണ്ടല്ലേ പാലൊഴിച്ചത്. അപ്പം അത് വെച്ചപ്പോൾ ഈ റവയ്ക്ക് അത് അഡ്ജസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു കണക്കാക്കി വെക്കരുത് കേട്ടോ, ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കുന്ന സമയത്തൊന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇതൊരു ഏകദേശ കണക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതാ, അപ്പോൾ കട്ടകളൊന്നുമില്ലാണ്ട് സോഫ്റ്റായിട്ടുള്ള നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, ഇതുപോലെ പാലൊഴിച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് ഉപ്പുമാവ്. എത്ര സമയം വെച്ചാലും ആ സോഫ്റ്റ്നെസ് പോവില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.